പ്രപ്പോസ് വരുന്നുണ്ട്. ഇപ്പോഴും ഈ പ്രശ്നം കഴിഞ്ഞിട്ടും ഇത്രയും പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും പ്രപ്പോസ് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും വന്ന് കിടക്കുന്നുണ്ട് പ്രപ്പോസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പൊ മനസ്സിലാക്കാമല്ലോ, ഒരു ചെക്കൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ കറങ്ങി ഇവള് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവർ വരുന്ന ഒരു പ്രപ്പോസ് കൊണ്ട് വരുന്ന ആൾക്കാർ ഇപ്പോൾ നെഗറ്റിവിറ്റി ചിന്തിക്കാമല്ലോ. അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ പ്രപ്പോസ് കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതാ പറയുന്നത്, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ മാത്രമേ ചിന്തിക്കുള്ളൂ. പ്രപ്പോസ് വന്നിട്ട് ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2-3 പ്രപ്പോസ് ഇപ്പോൾ വന്ന് കിടക്കുന്നുണ്ട്. കല്യാണം കഴിക്കാൻ റെഡിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പൊ അവർ യൂട്യൂബേഴ്സ് കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉസ്താദ് മാർക്കൊക്കെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നത്. ആ ഉസ്താദാണ് എനിക്ക് പ്രപ്പോസ് കൊണ്ട് വന്നിരിക്കുന്നത്. കല്യാണം കഴിയാത്ത ഒരാളാണ്. 27 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എനിക്കിപ്പോഴും പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ട്. എന്റെ വിഷയത്തിൽ, ഷാജിയുടെ വിഷയത്തിൽ ഉസ്താദന്മാർക്കായിരുന്നല്ലോ കുറെ പ്രശ്നങ്ങൾ കൂടുതൽ. അപ്പോ ഈ പറഞ്ഞ ഉസ്താദന്മാരിൽ ഒരാൾ തന്നെ, 27 വയസ്സുള്ള ഒരു ഉസ്താദ് തന്നെ എന്നെ പ്രപ്പോസ് ചെയ്ത് മുന്നോട്ട് വന്നിരിക്കുകയാണെന്നാണ് ഷാജി പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു ഷാജിദ. അതിൽ ഉസ്താദന്മാരെയാണ് ഇപ്പൊ ഏറിൽ കയറ്റി നിർത്തിയേക്കുന്നത്. 27 വയസ്സുള്ള ഒരു ഉസ്താദ് ഷാജിദയെ പ്രപ്പോസ് ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ ഉസ്താദ് ഏതെന്ന് നമുക്കൊന്ന് അറിയാം. വീഡിയോസ് ഒക്കെ ചില ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഫിൽറ്റർ കിട്ടും. നമ്മുടെ സാധാ ഫോണാണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ. അപ്പൊ ആൾക്കാർ പറയും ഇവളുടെ റിയൽ മുഖം നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവൾക്ക് ഇത്രയും ചെക്കന്മാർ ഇങ്ങനെ പ്രപ്പോസ് കൊണ്ട് വരാം, ഇവള് നോണ പറയാം. അങ്ങനെ പറഞ്ഞ ഷർഫലി പറഞ്ഞ ഇവൻ 26 വയസ്സ്. ശരിക്കും പറഞ്ഞാൽ അവനൊക്കെ കാസർഗോഡിൽ അത്രയും പെൺകുട്ടികൾ, ഭംഗിയുള്ള പെൺകുട്ടികൾ കിടക്കുന്നത്. അവൻ ഈ പാലക്കാട് വന്നിട്ട് ഇപ്പൊ എന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഈ വരുന്ന ആൾക്കാർക്കൊക്കെ കണ്ണൂരും കാസർഗോഡൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പൊ അവർക്കൊക്കെ ഈ കാണുന്നവർക്ക് ചിന്തിച്ചൂടെ എങ്ങനെ വരുന്നുണ്ടെങ്കിൽ. ഇപ്പൊ അങ്ങനെ എല്ലാവരും ഭംഗി കളറ് ഇതൊക്കെയാണ് ഓരോരുത്തരുടെ. കണ്ണൂരും കാസർഗോഡും ഒക്കെയുള്ള 26 വയസ്സുള്ള ചെക്കന്മാര് ഷാജിദയെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യൂ ആണെന്നാ കേട്ടത്. ഡെയിലി ഒരു 50-ൽ പുറത്ത് പ്രപ്പോസൽസ് ഡെയിലി വരുന്നുണ്ടെന്നാണ് അറിയുന്നത്. ഇത് വെള്ളിയാഴ്ച ദിവസമൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി കൂടും. പിന്നെ ഈ നെഗറ്റീവ്, ഷാജിദയ്ക്ക് വന്ന് നെഗറ്റീവ് പറയുന്ന ആൾക്കാര് അകമേ ചെന്നിട്ട് പ്രപ്പോസൽസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഒരു തോന്നല്. ആ ഒരു തോന്നല് ഇല്ലാതില്ല. അതുപോലെ തന്നെ യൂട്യൂബിൽ നിൽക്കുന്ന ഫീൽഡിൽ നിൽക്കുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് പ്രപ്പോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്നത് ഞാൻ ഇവരുടെയൊക്കെ എന്തോ ചെയ്ത് വീഴ്ത്തുന്നത്. ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ഏതോ ഒരു യൂട്യൂബർ, ഏതോ ഒരു കോഴി ഷാജിദയെ പ്രപ്പോസ് ചെയ്ത് ചെന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഷാജിദ ആയതുകൊണ്ട്, ഈ പറയുന്ന ഷാജിദ ആയതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാനും പറ്റത്തില്ല. കാരണം ഡെയിലി ഓരോരോ കള്ളത്തരങ്ങളല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സത്യം എന്താ, സത്യമല്ലാത്ത എന്താ എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇപ്പൊ പറയുന്നുണ്ട് നല്ലൊരു യൂട്യൂബർ ആണ് തന്നെ പ്രപ്പോസ് ചെയ്ത് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെ അവരോട് നമ്മൾ തുറന്ന് സംസാരിക്കും, നോണ പറയില്ല ഒരിക്കലും. മക്കളെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് 5 മക്കളില്ല വന്നിട്ടുണ്ട്. ഇത്രയും പ്രപ്പോസൽ വരാൻ സാധ്യത ഇത്രയും പ്രപ്പോസ് തരാറിനാല് ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്റെ ബോൾഡ്നെസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. ഇങ്ങനെ കുട്ടികളെ നോക്കുന്നത് ഒറ്റയ്ക്ക് ഇത്രയും തന്റെ അടുത്തോട് കൂടിയിട്ട്. കാരണം എന്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറയാറുണ്ട്, ഷാജി 1-2 ആളിനെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇക്കുള്ള ടൈമിൽ തന്നെ എനിക്ക് വിളിച്ചു പറയും, ഷാജി നീ എങ്ങനെയാണ് 5 ആളിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ ഇവരുടെ അതേപോലെ കൊണ്ടേ നടക്കുന്നുണ്ട്. അപ്പൊ അവര് അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ പറയും എന്നെ സമ്മതിക്കണം, കാരണം ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പൊ അതുകൊണ്ടായിരിക്കും. നുണ എന്ന് പറയുന്നത് എന്താണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. നുണ ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല. ഞാൻ പറയുന്ന സംഗതികളെല്ലാം സത്യമാണ് എന്നാണ് വാദം. ഞാൻ നുണ പറയാറില്ല എന്നാണ് ഷാജിദ പറയുന്നത്. ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ എന്നെ പ്രപ്പോസ് ചെയ്യുന്നത് ആൾക്കാരെല്ലാവരും എന്നെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യാനുള്ള കാരണം ഞാൻ എന്റെ മക്കളെ നോക്കുന്നത് കൊണ്ടായിരിക്കാം, ഞാൻ അത്ര ബോൾഡ് ആയതുകൊണ്ടായിരിക്കാം എന്നാണ് ഷാജിദ പറയുന്നത്. എന്തായാലും മക്കളെ നോക്കുക, എല്ലാ ഉമ്മമാരും മക്കളെ നോക്കും. അതുകൊണ്ട് പെട്ടെന്ന് ഒരാൾ വന്ന് പ്രപ്പോസ് ചെയ്യുമോ? അതെനിക്കറിയില്ല കേട്ടോ. ഷാജിദയുടെ ഒരു ധാരണ മക്കളെ നോക്കുന്നത് കൊണ്ടായിരിക്കാം ഓരോരുത്തർ വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് എന്നാണ്. ഷർഫലിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അത് ഞാൻ പിന്നീട് അറിയണത്. ഇവൻ എന്നെ കോൺടാക്ട് ആയിട്ട് കുറെ ആയിട്ടാണ് ഞാൻ ഇവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം അറിയണത്. അതിപ്പോ പ്രശ്നമായിട്ട് അത് ഇതായിട്ടുണ്ട്, ക്യാൻസലായി. അപ്പൊ അത് ഷർഫലി അങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നാ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് വരുന്ന പ്രപ്പോസ് പറഞ്ഞാല് 4 മക്കള് 3 മക്കള് 5 മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ് പ്രപ്പോസ് വരുന്നത്. അവരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞില്ല.
ഓക്കെ. അപ്പം സാജിദായിട്ട് ബന്ധമുള്ള സമയത്ത് ഷറഫ് അലി ഓൾറെഡി ഒരു എൻഗേജ്ഡ് ആയിരുന്നു, അത് മറച്ചു വെച്ചതാണ്. അതപ്പോ എങ്ങനെ എന്നെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അവൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്നോട് അവൻ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. അതെനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അവൻ ഒരു 2 വീക്ക് 3 വീക്ക് ഒക്കെ സംസാരിച്ച് കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമിലാണ് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ഇതേപോലെ എനിക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയണത് ഇവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറെ ഇവനോട് ചോദിച്ചു, എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്താ നീ ഇങ്ങനെ എന്നെ 2 മക്കള് 3 മക്കളും ഒക്കെ ഉള്ളവര് എന്നെ പ്രപ്പോസ് ചെയ്ത് വരാറുണ്ട്. അതൊന്നും എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതൊന്നും ഞാൻ അംഗീകരിക്കത്തില്ല. പിന്നെ ഷറഫ് അലി എന്ന് പറഞ്ഞാല് എൻഗേജ്മെന്റ് മറച്ചു വെച്ചിട്ടാണ് ഷാജിദയോടെ മുട്ടാൻ ചെന്നത്. ആ മുട്ടല് ഷറഫ് അലിയുടെ കൊരവള്ളിക്കാണ് പിടി വീണത്. എന്തായാലും ഷറഫ് അലിക്ക് അതും ഇല്ല ഇതും ഇല്ല, ഇപ്പൊ ഒന്നുമില്ലാത്ത അവസ്ഥയായി ഷറഫ് അലിക്ക്. ഷറഫ് അലിയുടെ അയൽക്കാർ പറയുന്നുണ്ട് അവനെ അവിടുന്ന് പുറത്താക്കിയെന്ന്, അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്ന്. എങ്ങനെ പുറത്താക്കാതിരിക്കും, ഇതല്ലേ കയ്യിലിരിപ്പ്. 5 മക്കളുള്ള ഷാജിദയുടെ വയനാട് ഫുള്ള് ചുറ്റി അടിച്ചിട്ട് ചെന്നു കഴിഞ്ഞാൽ ഏത് വീട്ടുകാരാണ് സ്വീകരിക്കുക? അവരത് ചെയ്തില്ലെങ്കിലേ ഉള്ള അത്ഭുതം. ഒരു പെണ്ണിനെ എൻഗേജ്മെന്റ് കഴിച്ചു വെച്ചിട്ട് വേറൊരുത്തിയുടെ കൂടെ ഇങ്ങനെ നാട് ചുറ്റാൻ നടക്കുമ്പം പിന്നെ അവരെന്താ പൂവും പുഷ്പം ഇട്ടിട്ട് പൂജിക്കണം? പുറത്താക്കിയില്ലെങ്കിലേ ഉള്ള അത്ഭുതം. വേറൊരു റഹൂഫോ അങ്ങനെ പുള്ളിയുടെ വോയിസ് റെക്കോർഡ്സ് വരുന്നതും പുള്ളി സാജിദയ്ക്ക് പ്രപ്പോസ് ആയിട്ട് വന്നതാണ്. അതെനിക്കൊരു പ്രപ്പോസ് ആയിട്ട് വന്നതാണ്. അതുപോലെ ഞാൻ പറയാണ്ട് തന്നെ അയാൾ എന്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട ആളാണ്. പിന്നെ അങ്ങനെ ക്യാഷ് ഇട്ട് തന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി. ഇയാളുടെ ഫ്രണ്ട്സുകൾ ഇയാളായിട്ട് കോൺടാക്ട് ഉള്ള കുറച്ച് ആൾക്കാർ എന്നായിട്ട് വിളിച്ച് സംസാരിച്ചു. പറഞ്ഞു മോശം ക്യാരക്ടറാണ്, അവരായിട്ട് ഇതാവണ്ട, കല്യാണം കഴിക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ അവൻ ഇങ്ങനെ എല്ലാവർക്കും പൈസ കൊടുത്തിട്ട് അയാൾ തന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ വേറൊരു പെണ്ണിന് പൈസ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, ഫോൺ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ 1,48,000 രൂപ റൌഫിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇപ്പൊ പറയുന്നത് ഞാൻ അത് ചോദിക്കാതെ ഇങ്ങിട്ടെന്നെയാണെന്ന്. നമ്മൾ എല്ലാവരും കേട്ടതാണ്. റൌഫ് ഈ ഓഡിയോ സഹിതം പുറത്ത് വിട്ടതുമാണത്. ഷാജിദ പൈസ ഇട്ടുതരാൻ പറയുന്നതും മഹർ വാങ്ങിക്കാൻ പൈസ താ എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ എല്ലാവരും കേട്ടതാണ്. എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഞാൻ ചോദിക്കാതെ ഇങ്ങോട്ട് ഇട്ട് തന്നെയാണെന്ന്. അയാളും വിചാരിച്ച് അയാൾക്ക് കല്യാണം കഴിച്ച് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പൈസ ഒക്കെ ഇട്ടതാണ്. അയാളിപ്പോ ശശിയായി. ഷറഫ് അലിയോടെ പിണങ്ങിയത് കൊണ്ടാണ് അവന്റെ ഫോട്ടോ ഞാൻ പബ്ലിക്കിൽ ഇട്ടത് എന്ന് ഷാജിദ ഒരിക്കൽ പറഞ്ഞിരുന്നു. ശരിക്കും എൻഗേജ്മെന്റ് കഴിഞ്ഞ ഒരു ചെറുക്കന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ രണ്ടുപേരും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വളരെയധികം ചെറ്റത്തരമാണ്. ആ ചെറുക്കന്റെ ഭാവിയും കൂടി നഷ്ടപ്പെടുത്തി. എന്തായാലും അയാൾക്ക് ഷറഫ് അലിക്ക് ഇത് തന്നെ വേണം. ഒന്നുള്ളപ്പം മറ്റൊന്നിനെ തേടി പോയത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി എന്താവുമെന്ന് കണ്ടറിയാം. ആണല്ലോ മെയിൻ പ്രശ്നം. എനിക്ക് ഇപ്പോഴും പ്രപ്പോസ് വരുന്നുണ്ട്. ഇപ്പോഴും ഈ പ്രശ്നം കഴിഞ്ഞിട്ടും ഇത്രയും പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും പ്രപ്പോസ് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും വന്ന് കിടക്കുന്നുണ്ട് പ്രപ്പോസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പൊ മനസ്സിലാക്കാലോ ഒരു ചെക്കൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ കറങ്ങി ഇവള് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവർ വരുന്ന ഒരു പ്രപ്പോസ് കൊണ്ട് വരുന്ന ആൾക്കാർ ഇപ്പൊ നെഗറ്റിവിറ്റി ചിന്തിക്കാലോ. അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ പ്രപ്പോസ് കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതാ പറയുന്നത്, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ മാത്രമേ ചിന്തിക്കുള്ളൂ. പ്രപ്പോസ് വന്നിട്ട് ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2-3 പ്രപ്പോസ് ഇപ്പൊ വന്ന് കിടക്കുന്നുണ്ട്. കല്യാണം കഴിക്കാൻ റെഡിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പൊ അവർ യൂട്യൂബേഴ്സ് കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉസ്താദ് മാർക്കൊക്കെ പ്രശ്നം എന്നൊക്കെ പറയുന്നത് ആ ഉസ്താദാണ് എനിക്ക് പ്രപ്പോസ് കൊണ്ട് വന്നിരിക്കുന്നത്. കല്യാണം കഴിയാത്ത ഒരാളാണ്. 27 വയസ്സൊക്കെ ആയിട്ടുള്ളൂ.